അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 3/5/2024 അദ്ദിഫാഉ അനിൽ വത്തനി വാജിബുൻ മുഖദ്ദസുൻ എന്ന ശീർഷകത്തിൽ UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുത്ബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ്. രാജ്യത്തിൻ്റെ കാവലാളാകുക. ജന്മനാടിനോട് ഏതൊരാൾക്കും എന്തെന്നില്ലാത്ത കടപ്പാടും ബാധ്യതയുമാണ് ഉള്ളത്. ആ മണ്ണിലാണ് നാം ജനിച്ചു വീണതും പിച്ചവെച്ച് വളർന്നതും. നമ്മുടെ ശൈശവവും ബാല്യവും കൗമാരവുമൊക്കെ കഴിഞ്ഞുപോയത് നമ്മുടെ ജന്മനാട്ടിലാണ്. സ്വരാജ്യത്തെക്കുറിച്ചുള്ള ഓർമ്മ എന്നും നമുക്ക് മധുരമുള്ളതാണ്. ജന്മനാടിനോടുള്ള മനുഷ്യൻ്റെ ആ അടുപ്പം അത് പ്രകൃതി സഹജമാണ്. അത് വാക്കുകൾക്ക് അതീതമാണ്. നമുക്ക് വിവരിക്കാൻ കഴിയാത്ത വിധം ജനിച്ച മണ്ണുമായി നാം ബന്ധപ്പെട്ടു കിടക്കുന്നു. ഫിത്രത്തുല്ലാഹില്ലത്തി ഫത്തറന്നാസ അലൈഹ, ആ രൂപത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കഴിഞ്ഞുപോയ നബിമാർ അവർ രാജ്യത്തോട് എന്തെന്നില്ലാത്ത സ്നേഹമുള്ളവരായിരുന്നു. ഇത് മഹാനായ സയ്യിദുന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമാണ്. റബ്ബിനോട് അവർ ദുആ ചെയ്തു, റബ്ബിജ്അൽ ഹാദൽ ബലദ ആമിന, അല്ലാഹുവേ ഈ രാജ്യത്തെ നീ സുരക്ഷിതത്വം ഉള്ളതാക്കണമേ. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വന്തം രാജ്യത്തോട് മക്കയോട് സംസാരിക്കുകയാണ്. മാ അത്യബകി മിൻ ബലദിൻ വഅഹബ്ബകി ഇലയ്യ, നീ എനിക്ക് എന്തൊരു ഇഷ്ടമുള്ള പ്രിയമുള്ള നാടാണ്. എന്താണ് എനിക്ക് നിന്നോട് ഇത്ര പ്രിയമുള്ളതാകാൻ കാരണം? അവിടുന്ന് യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴൊക്കെ മദീനയുടെ ഭാഗങ്ങൾ കണ്ടു തുടങ്ങിയാൽ എന്തെന്നില്ലാത്ത താല്പര്യത്തിൽ നാട്ടിലെത്താൻ വേണ്ടി ധൃതി കാണിക്കാറുണ്ടായിരുന്നു. രാജ്യത്തിൻ്റെ ഉയർച്ചയും പുരോഗതിയും നമ്മളിൽ ഓരോരുത്തരുടെ ഉയർച്ചയും പുരോഗതിയുമാണ്. രാജ്യത്തിൻ്റെ അഭിമാനം നമ്മുടെയും അഭിമാനമാണ്. ആ അഭിമാനം സംരക്ഷിക്കൽ നമ്മളിൽ ഓരോരുത്തരുടെയും കടമയുമാണ്. ഫൽയുഅദ്ദില്ലദി ഉതുമിന അമാനത്ത, ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്. ഒരു വിദ്യാർത്ഥി പഠനം നടത്തുകയാണ്, അയാൾ വിജ്ഞാനം സമ്പാദിക്കുകയാണ്. അള്ളാഹു പറഞ്ഞല്ലോ, വഖുർ റബ്ബി സിദ്നി ഇൽമ, നബിയെ അങ്ങ് പറയുക, എൻ്റെ രക്ഷിതാവ് എനിക്ക് നീ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ എന്ന്. ഒരാൾ പഠിച്ച് വളർന്ന് വലുതായാൽ അത് രാജ്യത്തിന് അഭിമാനമാണ്. രാജ്യത്തിൻ്റെ നല്ല പൗരനായി അയാൾ വളർന്നു വരികയാണ്. അറിവുള്ളവർക്ക് എപ്പോഴും സ്ഥാനമുണ്ടല്ലോ. യർഫഇല്ലാഹുല്ലദീന ആമനു മിൻകും വല്ലദീന ഊത്തുൽ ഇൽമ ദറജാത്ത്. ഒരു ഉദ്യോഗസ്ഥൻ അയാളുടെ ജോലി കൃത്യതയോടുകൂടി നിർവഹിക്കുകയാണ്. ഉത്തരവാദിത്വം ഏറ്റെടുത്ത് അത് നടത്തുകയാണ്. നല്ല സ്വഭാവക്കാരനായി എല്ലാവരോടും പെരുമാറുകയുമാണ്. ഇന്നല്ലാഹ സുബ്ഹാനഹു വതആല യുഹിബ്ബു ഇദാ അമില അബ്ദുഹു അമലൻ അൻ യുത്ഖിന, നബിതങ്ങളുടെ വചനമാണ്. ആരൊരാൾ എന്തൊരു പ്രവർത്തനം നടത്തിയോ അതവൻ കൃത്യതയോടുകൂടെ വളരെ സൂക്ഷ്മതയോടുകൂടെ നിർവഹിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അവൻ എന്തെങ്കിലും കാര്യത്തിൽ വീഴ്ച വരുത്തിയാലോ മൻ അള്ളറഹുല്ലാ, അള്ളാഹു അവനിൽ വീഴ്ച വരുത്തും, അള്ളാഹു അവനെ ആ രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്ന്. അള്ളാഹു നമുക്ക് നമ്മുടെ ജന്മനാടിനോടുള്ള സ്നേഹവും അടുപ്പവും നാൾക്കുനാൾ വർദ്ധിപ്പിച്ചു തരട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യാൻ. രാജ്യത്തിനു വേണ്ടി പ്രതിരോധത്തിൽ, രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി ഇറങ്ങൽ, അത് ഏറ്റവും ശ്രേഷ്ഠതയുള്ള ഒരു ജോലിയാണ്. അവർ ആ രാജ്യത്തിൻ്റെ പൗരനായി രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റുകയാണ്. വാക്കിലും പ്രവൃത്തിയിലും അയാൾ ആ രാജ്യത്തിൻ്റെ പൗരനാകുകയാണ്. മറ്റുള്ളവരോട് സ്നേഹത്തോടുകൂടെ പെരുമാറി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അവൻ ജീവിക്കുമ്പോൾ അവൻ്റെ പെരുമ രാജ്യത്തിൻ്റെ പെരുമയായി മാറുന്നു. ഇന്ന ഖിയാറക്കും അഹാസനുക്കും അഖ്ലാഖ, തിരുനബി പറഞ്ഞത് അങ്ങനെയാണ്. നിങ്ങളിൽ ഏറ്റവും നല്ലവർ നല്ല സ്വഭാവക്കാരാണ്. അയാൾ ആ സ്വഭാവ മൂല്യങ്ങൾ എപ്പോഴും സംരക്ഷിക്കുന്നു. യാത്രയിലും നാട്ടിൽ താമസിക്കുമ്പോഴും ഒക്കെ
അയാൾ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അയാളുടെ പെരുമാറ്റവും അയാളുടെ ഇടപഴകലുമൊക്കെ എല്ലാവരെയും ആകർഷിക്കുന്ന വിധത്തിലാകുന്നു. അയാൾ ആ രാജ്യത്ത് നമ്മുടെ ജന്മനാടിൻ്റെ ഒരു അംബാസഡർ ആകുകയാണ്. അയാളെ നോക്കി ആ പൗരന്മാരെയും രാജ്യത്തെയും ജനങ്ങൾ വിലയിരുത്തും. രാജ്യത്തിനു വേണ്ടി സേവനം ചെയ്യാൻ വേണ്ടി കർമ്മരംഗത്തിറങ്ങുന്നവർ അവർ അവരുടെ ശരീരവും ആത്മാവും രാജ്യത്തിനു വേണ്ടി സമർപ്പിക്കുകയാണ്. അവർ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നരകത്തിൽ നിന്ന് ദൂരത്താക്കി സ്വർഗത്തിൽ കടത്തും. തിരുനബി പറഞ്ഞു, ഐനാനിലാ തമസ്സുമുഹുമന്നാർ, ഇരുനയനങ്ങൾ, ആ നയനങ്ങളുള്ളവരെ നരകാഗ്നി സ്പർശിക്കുകയില്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ല, അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുള്ളവൻ നരകത്തിൽ കടക്കുകയില്ല. പിന്നെ പറഞ്ഞു, വൈനുൻ ബാത്തത്ത് തഹരിസു ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിലായി രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി അതിർത്തിയിൽ ഉറക്കമഴിച്ച് കാത്തിരിക്കുന്ന പട്ടാളക്കാരൻ, അവൻ്റെ കണ്ണും നരകത്തിൽ കടക്കുകയില്ല, അയാളും സ്വർഗാവകാശിയാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. നമ്മുടെ രാജ്യം, ആ രാജ്യത്തിൻ്റെ അഭിമാനം ഉയർത്തിപ്പിടിക്കൽ, അതിൽ നിർണായകമായ പങ്കു വഹിക്കുന്നവരാണ് നമ്മുടെ സായുധ സേന. ആ സായുധ സൈന്യം ഏകീകരിക്കപ്പെട്ടതിൻ്റെ ഓർമ്മ പുതുക്കുന്ന ദിവസത്തിൽ കൂടിയാണ് നമ്മളുള്ളത്. സായുധ സൈന്യം രാജ്യത്തിൻ്റെ അഭിമാനമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ